Hey guys, Assalamu alaikum and welcome back to yet another beautiful episode of Being Lu. So ഇനിയുള്ള നമ്മുടെ ഒരു 3 days എന്ന് പറയുന്നത് is going to be quite happening. ഒന്നാമത്തെ കാര്യം ഈ ഒരു 3 daysഉം എനിക്ക് കണ്ടിന്യൂസ്ലി വർക്ക് ഉണ്ട് ആൻഡ് ഈ വർക്കൊക്കെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വെഡിങ് ആണ്. ലൈക്ക് ഒരാളുടെ വെഡിങ് ആണ്, ഒരാളുടെ എൻഗേജ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ ആയിട്ട് എക്സ്ട്രീംലി ബിസി ഡേയ്സ് ആണ് ഇനി പോണ 3 days എന്ന് പറയുന്നത്. അപ്പം ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് എക്സാക്ട്ലി January 26th, ഏറെക്കുറെ 12 മണിയായി ഞാൻ കാണിച്ചതല്ലോ. അപ്പം എനിക്ക് നാളെ പോകാനുള്ള വർക്കിനുള്ള വാനിറ്റിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. കാരണം ഞാൻ അവിടെ സ്റ്റേ ആയിരിക്കും. എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ടൈം ഉണ്ടാവില്ല. ഓക്കെ, കാരണം നമ്മളുടെ എല്ലാം മോർണിംഗ് ഷെഡ്യൂൾസ് ആണല്ലോ വർക്കൊക്കെ. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും കെട്ടിപ്പെറുക്കി പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓർത്തു ഐ വിൽ ടേക്ക് എ വ്ലോഗ്. കാരണം 3 ദിവസം എന്തായാലും ഇറ്റ്സ് ഗോയിങ് ടു ബി ക്വൈറ്റ് ഹാപ്പനിങ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് എങ്ങനെയാണ് ഇതിൻ്റെ സംഗതി വികാസങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരാം. അപ്പം നമുക്ക് അധികം പോരടിപ്പിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ ഗൈസ്. അപ്പം നാളെ ഇനി ഉറങ്ങി നീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ബോധമൊന്നും എനിക്കുണ്ടാവില്ല. കാരണം ബിക്കോസ് നാളെ രാവിലെ ഞാൻ എണീറ്റ് വർക്കിന് പോകും. എനിക്ക് കോട്ടയ്ക്കൽ നാളെ ഒരു ബ്രൈഡ് ഉണ്ട്. അത് നോട്ട് മൈ ഫ്രണ്ട്. ഓക്കെ, അത് കാഷ്വൽ വർക്ക് തന്നെയാണ്. അവിടെ പോയിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ നേരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെ പോയിട്ട് അവൾക്ക് റിസപ്ഷനുള്ള മാറ്റിക്കലാണുള്ളത്. സോ ആ ടൈം ആകുമ്പോഴത്തേക്കും എത്തിയാൽ മതി. പക്ഷെ ഞാൻ നേരത്തെ എത്തും. കാരണം കോട്ടയ്ക്കലത്തെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെയും പോകാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ അവളെ വീട്ടിലേക്ക് പോകും. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് പരിപാടി. ആൻഡ് നാളെ അവളുടെ റിസപ്ഷനാണ്, ജാസ്മിൻ്റെ റിസപ്ഷനാണ്. സെക്കൻഡ് ഡേ വന്നിട്ട് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എൻഗേജ്മെൻറ്റ് മേക്കപ്പും ഞാനാണ് ചെയ്യണത്. ആൻഡ് ദെൻ തേർഡ് ഡേ വന്നിട്ട് ജാസ്മിൻ്റെ തന്നെ മെയിൻ വെഡിങ് ഡേ ആണ്. ഓക്കെ, ഫ്രം ഹെർ ഹസ്ബൻഡ്സ് ഹോം. അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു 3 day ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗോണ ബി ക്വൈറ്റ് ഹെക്റ്റിക്. കാരണം ഞാൻ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, ഞാനും റെഡി ആവണല്ലോ. സോ അതിൻ്റെയൊക്കെ മൊത്തത്തിലൊരു ഹറിബടി ഉണ്ടാവും. എത്രത്തോളം ഈ വ്ലോഗ് സക്സസ് ആവും ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇനി 12 മണി. ഇനി എനിക്ക് കുറേ അധികം പാക്കിംഗ് ഉണ്ട്. അതൊക്കെ ചെയ്യട്ടെ ഇനി പോയിട്ട്. ഇപ്പം ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കുറച്ച് മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ മേക്കപ്പാണ് കേട്ടോ. സോ ഈ മേക്കപ്പിൽ തന്നെ ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ചെയ്തതല്ലേ, അത്രയ്ക്കാണ്. സോ ലെറ്റ്സ് ബിഗിൻ ഗൈസ്, ലെറ്റ്സ് ബിഗിൻ ദ ബ്രൈഡ് മാരത്തോൺ. അപ്പോൾ വാനിറ്റി പാക്കിംഗ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യമായിട്ടൊന്നുമില്ല. കാരണം എല്ലാ ബ്രൈഡ്സിൻ്റെ വർക്ക് കഴിഞ്ഞാലും നമ്മൾ വാനിറ്റി ക്ലീനാക്കി സെറ്റാക്കി വെക്കുന്നതാണ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം കുറച്ചധികം ബ്രൈഡ്സ് അടുപ്പിച്ച് വരുന്നതിനെ കൊണ്ട് ഒരു ബ്രഷ് സെറ്റും പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സും ഒക്കെ അധികം വാങ്ങിച്ചിട്ടുണ്ടായി നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ ഒന്ന് വാനിറ്റിയിൽ സെറ്റാക്കി വെക്കാനും പിന്നെ എനിക്ക് അവിടെ പോയിട്ട് വെഡിങ്ങിന് ഇടാനുള്ള ഡ്രസ്സും നൈറ്റ് ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ് എല്ലാം കൂടെ സെറ്റാക്കി വന്നപ്പോഴത്തേനും 1:30 സമയമാവാനായിട്ടോ. 1:30. അങ്ങനെ ഗായ്സ് നമ്മുടെ ഒരു വലിയ പ്രോസസ്സായിരുന്നു പാക്കിങ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ 1:30 ടൈമായി. കുറച്ച് ലേറ്റായി. ഇനി വേഗം പോയി കിടന്നുറങ്ങട്ടെ. ഇനി എൻ്റെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത മേക്കപ്പാണ്. അതൊക്കെ പോയി റിമൂവ് ചെയ്തിട്ട് കിടന്നുറങ്ങട്ടെ. ഇനി ബാക്കി ടുമോറോ മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. 6:15 ലേറ്റാണ്. വി ഹാവ് ടു റഷ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിതാ റെഡി ആയിട്ട് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ലേറ്റാണ് വിചാരിച്ച ടൈമിലൊന്നും റെഡി ആവാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ടാണ് നല്ല ലേറ്റ് ആയിട്ടില്ല ഉറങ്ങിയത്. കുഴപ്പമില്ല, അവർക്ക് ടൈമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ബ്രൈഡിൻ്റെ വീട് വരുന്നത് കോട്ടയ്ക്കലാണ് കേട്ടോ. ഏറെക്കുറെ അത്ര കൂടെ 1 hour and 5 minutes ഡ്രൈവ് ഉണ്ട്. ഓക്കെ, 39 kilometers ഫ്രം മൈ പ്ലേസ്. അവിടെ വീട്ടിൽ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം.
അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വരുന്നത് സോനൂട്ടനാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ ഉറക്കത്തുനിന്ന് നീറ്റ് പൊക്കി കൊണ്ടുവന്നതാണ്. ആളെ എക്സാമൊക്കെ കഴിഞ്ഞ് ലീവിന് വീട്ടിൽ വന്നത്. ആകെപ്പാടെ ഉറങ്ങാനാണ് വരുന്നത്. ഈ താത്ത അതിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നൊടിഞ്ഞിരിക്കുന്ന ഫേസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ റോട്ടിൽ കുറേ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് അന്ന, നമ്മുടെ ഡേ 1 ഫസ്റ്റ് ബ്രൈഡാണ്. ആൾക്ക് ബിഫോർ വീഡിയോ ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫൈനൽ ലുക്കാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. ആൾ നല്ലൊരു പിങ്ക് ഗൗണാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓർണമെന്റ്സ് ഒക്കെ വന്നിട്ട് ക്യൂര റെന്റൽ ജ്വല്ലറിയാണ്. ഞാനൊരു ന്യൂഡ് പിങ്ക് ഐ ഷാഡോ ആൻഡ് ഓൾസോ ഒരു ന്യൂഡ് പിങ്ക് ക്ലിപ്സും ആണ് ചൂസ് ചെയ്തിട്ടുള്ള. ആൾക്ക് ഇഷ്ടമായൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടോ? ടാറ്റാ, ബൈ. ഗായ്സ്, നമ്മൾ കോട്ടക്കലത്തെ ബ്രൈഡിനൊക്കെ വാങ്ങിച്ചു. നമ്മുടെ ഫസ്റ്റ് ബ്രൈഡിന് ഇഷ്ടമായുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ്സിൽ പറയണം കേട്ടോ. ഇനി നമ്മൾ നേരെ കീശേരിയിലോട്ട് പോവാണ്. സോ ആളുടെ റിസപ്ഷനാണ്. നമ്മളവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ നല്ല ടയർഡായിട്ടോ, ഉറങ്ങിയിട്ടില്ല, ഇന്നലെ എല്ലാം പാടാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൊറോട്ടയും പിന്നെ അതുപോലെ ബീഫും ആണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. ഒരു നിയർ ബൈ റോഡ് സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കീശേരിയിലോട്ട് വിട്ടു. നമ്മൾ അടുത്ത ബ്രൈഡിൻ്റെ വീട്ടിലെത്തി ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ ടൈമിനൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് എത്തിയത്. പക്ഷെ നമ്മുടെ ബ്രൈഡ് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു 2 hours പോസ്റ്റ് ആയിട്ടോ ആളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബ്രൈഡ് എത്തി. ആൻഡ് ഇതാണ് ജാസ്മ, എൻ്റെ കട്ടയാണ്. നമ്മൾ ചൈൽഡ്ഹുഡ് ബെസ്റ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ആളുടെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ഇന്ന് വെഡ്ഡിങ് റിസപ്ഷനാണ്. ആൻഡ് ഇതാണ് ആൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫൈനൽ ലുക്ക്. ഹെയർഡും നമ്മൾ പെറ്റൽസ് ഒക്കെ വെച്ചിട്ട് റോസ് പെറ്റൽസും ബേബി ബ്രെത്തും വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ആളുടെ സിസ്റ്ററാണ്. ആൻഡ് ആളുടെ ഔട്ട്ഫിറ്റ് ലേഡീസ് പ്ലാനറ്റ് ആണ് കേട്ടോ. ആൻഡ് ഈ ധാവണി പോലെ ചെയ്തിട്ടുള്ളത് ആളുടെ ഉമ്മയുടെ പഴയ സാരിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൈ. അങ്ങനെ ഇതാ നമ്മുടെ ജാസു റെഡി ആയിട്ട് ഇറങ്ങി. ഞാൻ ജാസു എന്നാണ് കേട്ടോ അവളെ വിളിക്കുക. ആൻഡ് ആളൊരു ആർക്കിടെക്റ്റ് ആണ്, ഞാൻ പറയാൻ വിട്ടു. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒരുക്കുന്ന പരിപാടി കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. കാരണം നമുക്ക് തീരെ ഒരുങ്ങാനും മാറ്റാനും ഒന്നും ടൈം ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മേക്കപ്പോ ഹെയറോ ഒന്നും ചെയ്തില്ല, കാരണം ഞാൻ നല്ല ടയർഡായിരുന്നു. അവൾ ഇറങ്ങിയപ്പോഴത്തേനും ചെക്കൻ്റെ ടീമും കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൺ ടൈമാണ്. ക്യാമറ നല്ല ഹായ് പറയൂ. ഹായ് പർപ്പിളല്ലേ പോയിട്ടില്ല. Jasma, tata. Bye guys. Bye. Guys, നമ്മൾ നെക്സ്റ്റ് ബ്രൈഡിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഹായ് പറയൂ. ഒരു ഹായ്. അങ്ങനെ ഇനി നാളെ നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ ഇത് കാണിച്ചിരുന്നു. അയ്യോ അത് പോയി. നൈസ്. ബാക്കിയൊക്കെ നാളെ കാണിച്ചിട്ടാ. അപ്പോൾ ഗൈസ്, ഇതാണ് അരുന്ധതി, എൻ്റെ വേറൊരു ചങ്പടി. നമ്മൾ എംടെക് ഒക്കെ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അപ്പം ആളെ മുന്നേ നിങ്ങൾ എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്ലീപ്പ് ഓവർ ഗേൾസിൻ്റെ ഷോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 5:45 ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾക്ക് 2 ഡ്രസ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ഔട്ട്ഫിറ്റിനും വേറെ വേറെ മേക്കപ്പ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2നും സൂട്ടാവുന്ന കൈൻഡ് ഓഫ് മേക്കപ്പാണ് ചെയ്തത്. പിന്നെ ആൾ നല്ല ഫെയർ ആണ്, ഓൾസോ നല്ല സ്കിൻ ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് കേട്ടോ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ സ്കിൻ ടൈപ്പിൽ അത് വർക്ക് ആവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് ആളുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ആൾക്ക് ഒരു സിമ്പിൾ ഹെയർ ഡു വിത്ത് എക്സ്റ്റൻഷനും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആൾക്ക് ഓൾറെഡി ഹെയർ ഉള്ള ആളാണ്. അപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ വെച്ച് നല്ലോണം വോളിയമൈസ് ചെയ്ത് കേൾ ചെയ്ത് ബേബി ബ്രെത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു ലുക്ക് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണേ. കാരണം ആരും നമ്മുടെ സിഗ്നേച്ചർ ബ്രൈഡാണ് ഗൈസ്. അതായത് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള ബ്രൈഡാണ്. അടിപൊളിയായിട്ടുണ്ട്. ടാറ്റാ, ബൈ ഗൈസ്. ഞാൻ റെഡി.
ടെൻഷൻ ഉണ്ടോ? അപ്പോൾ ഇതാണ് അരുണിൻ്റെ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോഴുള്ള ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ ലുക്കിലാണ് ആൾ ചെയ്തിട്ടുള്ളത്. ഓർണമെന്റ്സ് ഒക്കെ വന്നിട്ട് ലേഡീസ് പ്ലാനറ്റ് ആണ്, മറ്റേ ഡ്രസ്സും ലേഡീസ് പ്ലാനറ്റ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരക്കും ബഹളമായിരുന്നു, ഫോട്ടോ എടുക്കലും ആകെ മൊത്തം ഹറി ബറി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് അരുണിൻ്റെ അച്ഛൻ ആൻഡ് അമ്മ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ സെക്കൻഡ് ബ്രൈഡ് ആയിരുന്നു അരുന്ധതി. ഷീസ് ഓൾസോ മൈ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. എൻ്റെ കൂടെ എംടെക്കിന് പഠിച്ചതാണ്. ആളെ മേക്കപ്പ് ഉഷാറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോഴും അരുന്ധതിൻ്റെ വീട്ടിലാണ്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാറിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. സോ ടയേർഡ്. കാരണം 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇനി പോയിട്ട് ഉറങ്ങി തീർക്കണം. എന്നിട്ട് നാളെ നമുക്ക് പൊന്നാനി പോകണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം നമ്മുടെ അരുന്ധതിക്ക് ചെയ്ത സിഗ്നേച്ചർ പാക്കേജാണ് കേട്ടോ. ഇപ്പം ബ്രൈഡ്സിന് മാത്രം കാണിച്ചിട്ടുള്ളൊരു വ്ളോഗ് ആകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ. കാരണം അങ്ങനെയുള്ള ക്ലിപ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. കാരണം എനിക്ക് അത്ര എടുക്കാൻ പറ്റുന്നുള്ളൂ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, തിരക്ക് കാരണമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും ഇനി നാളത്തെയും കൂടി വിശേഷം കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. സോ ലെറ്റ്സ് സി നാളത്തെ പരിപാടികൾ എന്താണെന്നുള്ളത്. പിന്നെ പിക്ക് ചെയ്യാൻ സോനിട്ടനാവും മിക്കവാറും വരിക. ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, അരുന്ധതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാണിച്ചോ. പിന്നെ ഒരു സ്റ്റീലിന്റെ പാത്രം കൂടെ. ഹലോ, ഹായ് താഷ. താഷ വൈറലാവും. താഷ, ഇവിടെ അരുണിന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഇത് ഗൈസ്. സോനേട്ടാ, പിന്നെ നമ്മൾ രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറെ എന്തൊക്കെയോ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള എനർജി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ നേരം വെളുത്തപ്പോഴാണ് എണീറ്റത് കേട്ടോ. Day 3 ഗായ്സ്, ഇറ്റ്സ് Day 3. 3:15 ഗായ്സ്. 3:30 എനിക്ക് പോണം. സോ see you. Hello guys. ഉറക്കത്തൊന്നും എണീറ്റ് പോവാണ് ഗായ്സ്. എത്തിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരും. ബ്രൈഡിന്റെ വീട്ടിൽ എത്തി ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാസുമ്മയുടെ ഒരു റോ ലുക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം റിസപ്ഷൻ ലുക്ക് ചെയ്തപ്പോൾ എനിക്ക് ബിഫോർ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാനും അവളും ഒക്കെ ടയർഡാണ്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കൊന്നൊരു വയലറ്റ് സാരിയാണ് ഔട്ട്ഫിറ്റ്. അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ആൻഡ് ലിപ്സാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മേക്കപ്പ് കഴിഞ്ഞും പാടുള്ള പിക്സും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണിൻ്റെയും ഫോട്ടോ. ഞാൻ ഫോട്ടോഗ്രാഫേഴ്സിന് തപ്പിയെടുത്ത് കച്ചനുണ്ടാക്കി വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജായിട്ട് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം. അഫോർഡബിൾ റേറ്റ്സിലാണ് നമ്മളെല്ലാതും ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഗായ്സ്, നമ്മുടെ 3 ദിവസത്തെ ഹെക്ടിക് വർക്ക് ഷെഡ്യൂൾ ഈസ് ഓൾ ഡൺ. ഇനി നമ്മൾ പൊന്നാനിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കല്യാണം കൂടാൻ നിൽക്കണില്ല, ബിക്കോസ് ഈസി ഇവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വേഗം പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതാ ബ്രൈഡിനെ ഇഷ്ടമായി എന്നൊക്കെ എന്തായാലും കമൻസിൽ പറയണം കേട്ടോ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ നമുക്ക് കമൻസിൽ പറയാം. അപ്പോൾ see you soon on the other video. I love you all. Thank you for watching. പിന്നെ എന്നും പറയുന്നത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്